Good morning, students. I am Praveen Kumar, Department of Political Science. In the Department of Political Science, offering before you an open course, Human Rights in India. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് ഓഫർ ചെയ്യുന്ന വിഷയം. ഹ്യൂമൻ റൈറ്റ്സ് പ്രധാനമായിട്ടും to familiarize the concept of human rights and impart awareness about human rights conditions in India, and also to make a detailed understanding about the constitutional provisions dealing with the human rights, make awareness about rights of socially excluded people. ഇന്ത്യയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നെങ്കിലും ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നതായിട്ടുള്ള അന്തർദേശീയ പ്രശ്നങ്ങൾ പോലും അന്തർദേശീയ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ പോലും നമ്മുടെ ഈ വിഷയത്തിൽ ചർച്ചയാവുന്നുണ്ട്. നമ്മുടെ ഭരണഘടന നൽകുന്നതായിട്ടുള്ള പരിരക്ഷയെക്കുറിച്ചിട്ടും ഭരണഘടനയിലൂടെ ഒരു വ്യക്തി പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകളും ഒപ്പം മറ്റുള്ളവർക്ക് നൽകേണ്ടതായിട്ടുള്ള അവകാശങ്ങളും അത്തരം വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഓപ്പൺ കോഴ്സിലൂടെ. ഒപ്പം സാമൂഹികമായിട്ട് സാമ്പത്തികമായിട്ടും വളരെ പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള ഒരു വലിയ വിഭാഗത്തെ അഡ്രസ്സ് ചെയ്യുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള മനുഷ്യാവകാശങ്ങളെ അത്തരം അവകാശങ്ങളിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോവുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നതായ ചില മേഖലകളും കൂടെ നമ്മൾ ചർച്ച ചെയ്തു പോകുന്നുണ്ട്. മൊത്തം 4 മോഡ്യൂളുകളാണ് നമുക്ക് ഈ വിഷയത്തിലുള്ളത്. അതിൽ ആദ്യത്തെ മോഡ്യൂൾ എന്ന് പറയുന്നത് ചർച്ച ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളതാണ്. ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് കോൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ്. ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോറൽ പ്രിൻസിപ്പിൾസ് ഓർ നോംസ് ദറ്റ് ഡിസ്ക്രൈബ് സർട്ടൻ സ്റ്റാൻഡേർഡ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് ആർ റെഗുലർലി പ്രൊട്ടക്റ്റഡ് നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, നാച്ചുറൽ ആൻഡ് ലീഗൽ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളെ നമ്മൾ കാണേണ്ടത് ഒരു ധാർമ്മിക തത്വങ്ങളോ മാനദണ്ഡങ്ങളോ ആയിട്ടാണ്. അത് മനുഷ്യൻ്റെ പെരുമാറ്റത്തിൻ്റെ ചില മാനദണ്ഡങ്ങളെ വിവരിക്കുന്നതും കൂടാണ്. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ട് ലഭിക്കേണ്ടതും നിയമപരമായിട്ട് ലഭിക്കേണ്ടതുമായിട്ടുള്ള ചില അവകാശങ്ങളുണ്ട്. അത്തരം അവകാശങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധമാണ് ഈ ഒരു വിഷയത്തിലൂടെ നമ്മൾ പകർന്നു നൽകുന്നത്. ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉള്ള തുടക്കം, മനുഷ്യാവകാശങ്ങളുടെ ആരംഭം, അതിൻ്റെ വളർച്ച, ഒപ്പം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശത്തിൻ്റെ അനന്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ അന്തർദേശീയമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്നതായ ഒരു ഏജൻസിയെക്കുറിച്ചിട്ടുള്ള പഠനം. എന്താണ് റൈറ്റ്സ്, എന്താണ് ഡ്യൂട്ടീസ്, മനുഷ്യൻ്റേതായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഒരു വ്യക്തിയുടെ അവകാശങ്ങളും ഒപ്പം നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമകളെക്കുറിച്ചിട്ടും ഓർമ്മപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ആദ്യത്തെ ഭാഗങ്ങളിൽ. രണ്ടാമത്തെ ഭാഗം നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫീച്ചേഴ്സാണ്. ഹ്യൂമൻ റൈറ്റ്സ് റിലേറ്റഡ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നമുക്കറിയാവുന്നതാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിപ്പമേറിയതും ഒപ്പം തന്നെ ഏറ്റവും ലെങ്തിയസ്റ്റ് ആകുന്നതിനൊപ്പം തന്നെ റിട്ടൺ ആയിട്ടുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷനും കൂടാണ്. എഴുതപ്പെട്ട ഭരണഘടനയുമാണ്, ഏറ്റവും നീളം കൂടിയ ഭരണഘടനയുമാണ്. മനുഷ്യാവകാശത്തിൻ്റേതായിട്ടുള്ള ചില അർത്ഥങ്ങൾ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ നമുക്കറിയാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള നമ്മുടെ സ്വന്തം രാജ്യത്തിൽ നിന്ന് തന്നെയാണ്.
അവകാശങ്ങളുടെ പട്ടിക നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശക തത്വങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്, നിർവഹിക്കേണ്ടതായിട്ടുള്ള കടമകൾ തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചിട്ട് നമ്മുടെ ഭരണഘടന ചർച്ച ചെയ്യുന്നുണ്ട്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മേഖലയിലൂടെ അല്ലെങ്കിൽ മൗലിക അവകാശങ്ങളിലൂടെ തുല്യതയ്ക്ക് വേണ്ടിയുള്ള അവകാശം, സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നു. ചൂഷണത്തിന് എതിരായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്, മതപരമായിട്ട് നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്, ലഭിക്കേണ്ടതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്, വിദ്യാഭ്യാസവും അതുപോലെ തന്നെ സാമൂഹിക ഇടപാടുകളിലൂടെയും നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള അവകാശങ്ങളെക്കുറിച്ചിട്ടും അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം ആ രണ്ടാമത്തെ മൊഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസ്, നമ്മളെ സംരക്ഷിക്കുന്നതായിട്ടുള്ള ഭരണഘടനയ്ക്ക് പുറത്തുള്ളതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ഓഫീസുകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചില നിയമഭാഗങ്ങൾ കൂടെ നമ്മൾ ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, വിമൻസ് കമ്മീഷൻ, പോലീസ് എക്സെട്ര തുടങ്ങിയ ഭാഗങ്ങളെല്ലാം തന്നെ നമ്മുടെ ഈ വിഷയത്തിൽ രണ്ടാമത്തെ ഭാഗങ്ങളിൽ കടന്നു വരുന്നുണ്ട്. മൂന്നാമതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് കേരളയിൽ സ്പെഷ്യലായിട്ട് ഇൻ്റർനാഷണൽ പേഴ്സ്പെക്റ്റീവ് കഴിഞ്ഞു നാഷണൽ പേഴ്സ്പെക്റ്റീവിന് ശേഷം നമ്മൾ കടന്നു വരുന്നത് പ്രാദേശിക തലത്തിൽ, പ്രത്യേകിച്ചിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തുള്ളതായിട്ടുള്ള മനുഷ്യാവകാശവുമായിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളാണ്. പ്രധാനമായിട്ടും ഹ്യൂമൻ റൈറ്റ്സ് ഓഫ് ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻസ് ഇൻ കേരള, വിമൻ ആൻഡ് ചിൽഡ്രൻ, ദളിത്സ് ആൻഡ് ആദിവാസീസ്. സ്ത്രീകളുടെ മനുഷ്യാവകാശ പ്രശ്നങ്ങളും കുട്ടികളുടെ അവകാശ പ്രശ്നങ്ങൾ, ഏറ്റവും പിന്നോക്കക്കാരുടേതായിട്ടുള്ള അവകാശങ്ങൾ, ദളിത്സ് ആൻഡ് ആദിവാസികളുടേതായിട്ടുള്ള വിഷയങ്ങൾ, അതെങ്ങനെയാണ് മനുഷ്യാവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായി അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങളെ കവർന്നെടുക്കുക എന്നുള്ളത് ഇതിനെ മറികടക്കുന്നതായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചിട്ടും ഈ ഭാഗങ്ങളിൽ പ്രധാനമായിട്ടും പഠിച്ചു പോകുന്നു. നമുക്കറിയാവുന്നതാണ് ചൈൽഡ് ലേബർ എന്ന് പറയുന്നതായ ചൈൽഡ് ലേബറിലൂടെ ഉണ്ടാക്കുന്നതായ വിഷയങ്ങൾ നമ്മുടെ പ്രാദേശിക തലത്തിൽ തന്നെ വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ് ചൈൽഡ് ലേബർ. വയലൻസ് അഗെയിൻസ്റ്റ് വിമൻ, സ്ത്രീകൾക്കെതിരായിട്ട് നടക്കുന്നതായിട്ടുള്ള അക്രമങ്ങൾ തുടങ്ങിയ വിവിധ ഭാഗങ്ങൾ ഈ ഒരു മോഡ്യൂളിലൂടെ നമ്മൾ പഠിച്ചു പോകുന്നു. അവസാനമായിട്ട് നാലാമത്തെ മോഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ടു റൈറ്റ്സ്. എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്, വികസനം എന്ന് പറയുന്നത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാകുന്നുണ്ടോ, അതെന്താണ് മനുഷ്യാവകാശവുമായിട്ടുള്ള റിലേഷൻസ്. ഒപ്പം മീഡിയ റിലേറ്റഡ് ടു ഹ്യൂമൻ റൈറ്റ്സ്, ഗ്ലോബലൈസേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, സിവിൽ വാർ ആൻഡ് ടെററിസം, റൈറ്റ് ടു പീസ്. നമുക്കറിയാവുന്നതാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഒരു കടന്നുവരവോട് കൂടിയിട്ടാണ് അന്തർദേശീയ തലത്തിലുള്ളതായ രാജ്യങ്ങൾ തമ്മിലുള്ളതായ ബന്ധങ്ങൾ വർദ്ധിക്കുന്നത്. ലോകം മുഴുവനും ഒരു സിംഗിൾ മാർക്കറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറിയതിൻ്റെ ഭാഗമായി ഇല്ലാതാക്കപ്പെടുന്നതായിട്ടുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങൾ നമുക്കിടയിലുണ്ട്. അത് സാമ്പത്തികമോ സാമൂഹികമോ ആയിട്ടുള്ള ചൂഷണത്തിന് വിധേയമാകാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങളായിട്ടും മാറിയിട്ടുണ്ട്. ആഗോളവൽക്കരണപരമായിട്ടുള്ള ചില നടപടികളാണ് പലപ്പോഴും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ സാധാരണക്കാരായ മനുഷ്യരുടേതായിട്ടുള്ള അവകാശങ്ങളെ മനഃപൂർവ്വം ലംഘിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. അത്തരം വിഷയങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അതെങ്ങനെയാണ് പുതിയ ലോകത്തിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടും എല്ലാം ഉള്ളതായ വിശദമായിട്ടുള്ള പഠനം നമുക്ക് നാലാമത്തെ മോഡ്യൂളിൽ
പഠിച്ചു പോകേണ്ടതാണ്. മാധ്യമങ്ങളുടേതായിട്ടുള്ള പ്രാധാന്യത്തെക്കുറിച്ചിട്ട് ഞാൻ പറയേണ്ടതൊന്നുമില്ല, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. മാധ്യമങ്ങളുടേതായിട്ടുള്ള റോൾ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ പ്രിൻ്റഡ് വിഷ്വൽ മീഡിയാസ് കാണിക്കുന്നതായിട്ടുള്ള ആ സാന്നിധ്യമാണ് പലപ്പോഴും മനുഷ്യാവകാശ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രത്യേകിച്ചിട്ടും ആധുനിക കാലഘട്ടങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയകളുടെ റോള്, സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളതായ മാധ്യമങ്ങളിലൂടെയാണ് പലപ്പോഴും നമ്മൾ മനുഷ്യാവകാശ ലംഘനങ്ങളെ അറിയുന്നത്. കേരളത്തിൽ പോലും അത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, മധു എന്ന് പറയുന്നതായ ഒരു വ്യക്തിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിനെ തിരിച്ചറിയുന്നത് നവമാധ്യമങ്ങളിലൂടെയായിരുന്നു. അപ്പോൾ അത്തരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ, അത്തരം പ്രധാനപ്പെട്ട വിഷയങ്ങളെ മാധ്യമങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും മനുഷ്യാവകാശത്തെ സംരക്ഷിച്ച് നിർത്തുന്നതായ ഒരു ഏജൻസിയായിട്ട് മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. ജനാധിപത്യത്തെ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ നാലാം തൂൺ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യാവകാശവുമായിട്ട് അല്ലെങ്കിൽ മനുഷ്യാവകാശം സംരക്ഷിക്കാനും ഒപ്പം എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണേണ്ടതായ ഒരു സമൂഹത്തെ പടുത്തുയർത്താനും വേണ്ടതായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അത്തരം വിഷയങ്ങളാണ് 4ാം മോഡ്യൂളിൽ പറഞ്ഞു പോകുന്നത്. എന്താണ് സമാധാനം, എങ്ങനെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും, മനുഷ്യന് കൂടുതൽ തൃപ്തി നൽകുന്നതായിട്ടുള്ള സാമൂഹിക ജീവിതം നയിക്കുന്നതായിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മളതിൽ പറഞ്ഞു പോകുന്നു. ഇങ്ങനെ 4 മോഡ്യൂൾ ചേർത്തുകൊണ്ടുള്ളതായ വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതും എന്നാൽ വളരെ അത്യാവശ്യവുമായിട്ടുള്ള ചില കാര്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് നിങ്ങൾക്ക് മുന്നിൽ ഒരു ഓപ്പൺ കോഴ്സ് കൊണ്ടുവരുന്നത്. എല്ലാവരും മാക്സിമം ഭൂരിഭാഗം ആൾക്കാരും ഇതിലേക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക. പൊളിറ്റിക്കൽ സയൻസിലേക്ക് സ്വാഗതം ചെയ്യുന്നു.